അലം നജ്അലിൽ അർദ കിഫാതൻ അഹ്യാഅൻ വഅംവാതാ وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا ويل يومئذ للمكذبين. ഒരുപക്ഷേ പാരായണം ഇങ്ങനെ പാരായണം ചെയ്തതുകൊണ്ട്, ഇതിനേക്കാൾ നന്നായി പാരായണം ചെയ്യുന്ന ആൾ പാരായണം ചെയ്താൽ ഇതിനേക്കാൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും, നമുക്ക് ആസ്വദിക്കാൻ കഴിയും, ചെയ്യുന്ന ആൾക്കും കേൾക്കുന്നവർക്കും ആസ്വദിക്കാൻ കഴിയും. പക്ഷേ ഇതിലപ്പുറം ഒന്നുകൂടെ ആസ്വദിക്കാം ഈ വചനത്തെ. ഇതിന്റെ അർത്ഥതലം അറിയുന്ന ആളുകൾ ഒന്നുകൂടെ ആഴത്തിലേക്ക്, ഭൂമിയെക്കുറിച്ച് തൗഹീദ് സംസാരിച്ചപ്പോൾ പലരും പലതും സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ വിശുദ്ധ ഖുർആൻ ഭൂമിയെക്കുറിച്ച് സംസാരിച്ച ഈ ഒരു പ്രയോഗം പലപ്പോഴും കേൾക്കാറില്ല. എന്താണ് ഈ ചോദ്യം? എന്താണ് ഇതിന്റെ അർത്ഥഗർഭം? അലം നജ്അലിൽ അർദ കിഫാതാ, ഭൂമിയെ നാം പാകതയുള്ളത്, ഉൾക്കൊള്ളുന്നത്, മതിയായത് ആക്കിയിട്ടില്ലേ? എന്തിന് പാകതയുള്ളത്? അർത്ഥം പൂർണ്ണമായില്ല. അഹ്യാഅൻ വഅംവാതാ, ജീവനുള്ളവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളാൻ പാകതയുള്ളതാക്കിയില്ലേ? എന്നിട്ടും നാം ആലോചിക്കുന്നില്ല. നോക്കും സഹോദരങ്ങളെ, ഇന്നലെ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കോടാനക്കോടി മനുഷ്യർ മരിച്ചു വീണിട്ടുണ്ട്. അവരെല്ലാം ഈ ഭൂമിയിൽ 6 അടി താഴ്ചയിൽ മാത്രം അടക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, ഇതര ജീവജാലങ്ങളും 6 അടി താഴ്ചയിലെ നാം താഴ്ത്തിവെച്ചിട്ടുള്ളൂ. വലിയ കുഴികളോ കിടങ്ങുകളോ കുഴിച്ചിട്ടല്ല വെച്ചത്. പക്ഷേ അതിന്റെ പേരിൽ ഇന്നേ വരെ ഈ 6 അടി താഴ്ചയിലെ മനുഷ്യ ശരീരങ്ങൾ, മൃതശരീരങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ നമ്മുടെ തേങ്ങയുടെ വെള്ളത്തിനോ, നമ്മുടെ പേരക്കയുടെ ടേസ്റ്റിനോ, നമ്മുടെ കർമൂസയുടെ പപ്പായയുടെ ടേസ്റ്റിനോ യാതൊരു വ്യത്യാസവും രുചിഭേദവും സംഭവിച്ചിട്ടില്ല. നമുക്ക് മേലെ ജീവനോടുകൂടെ ജീവിച്ചു പോകാൻ യാതൊരു തടസ്സവും ഇല്ല. വളരെ സന്തോഷമാണ്. അഹ്യാഅൻ വഅംവാതാ, ജീവനുള്ളവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളാൻ ഒരേപോലെ പാകതയുള്ളതായി ഈ ഭൂമിയെ സംവിധാനിച്ചിട്ടില്ലേ എന്ന ചോദ്യം ആശയതലത്തിൽ കേൾക്കുമ്പോൾ, അത് അർത്ഥമറിയുന്നതോടൊപ്പം തജ്വീദോടുകൂടെ കേൾക്കുമ്പോ എത്ര ഹൃദ്യമായിരിക്കും. പിന്നെ സൂറത്തുർ റഹ്മാൻ 55-ാം അധ്യായം, സൂറത്തുർ റഹ്മാനിലെ 31 പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഒരു സൂക്തമുണ്ട്. ഏതാണത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 31 ആയത്തും കൂടെ റഹ്മാൻ ഒന്നാകെ ഒരൊറ്റ റക്അത്തിൽ തറാവീഹിന് ഇമാം ഓതിയിട്ട് ഇന്നേ വരെ ദുനിയാവിൽ ഒരൊറ്റ മാമൂമും പോയി പറഞ്ഞിട്ടില്ല. ഒരായത്ത് ഓതി 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 മനുഷ്യനെ എടങ്ങേറാക്കി കേട്ടുമെടുത്തുന്ന ഒരൊറ്റ മാമൂമും പറഞ്ഞില്ല. ആരാ പറഞ്ഞോ? പറയില്ല. എന്തേ കാരണം? അത് ഇതിന്റെ പാരായണ വശ്യത ഒന്ന്. രണ്ടാമത്തേത്, ഈ 31 പ്രാവശ്യവും പറഞ്ഞതിന്റെ മേലെ മേലെ ചില പ്രകൃതി പ്രതിഭാസങ്ങളെ, അത്ഭുത പ്രതിഭാസങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്താണ് ചോദ്യം? മറജൽ ബഹ്റൈൻ, ഭൂമിക്കടിയിലൂടെ സമുദ്രത്തെ അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്നു. 2 സമുദ്രങ്ങൾ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 2 തരം ജലമുണ്ട്. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ, ഹാദാ അസ്ബുൻ ഫുറാത്ത്, ഇത് ക്ലിയർ വെള്ളമാണ്, തനി പച്ചവെള്ളമാണ്. വഹാദാ മിൽഹുൻ ഉജാജ്, ഇത് കൈപ്പരസമുള്ള അല്ലെങ്കിൽ ഉപ്പുപുളിയുള്ള വെള്ളമാണ്. ഇങ്ങനെ 2 തരം ജലാശയങ്ങൾ ഭൂമിക്കടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവ രണ്ടും കൂടി കലർന്നു പോകാതിരിക്കാൻ നാം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധത്തില് പ്രത്യേകമായ ഒരു മറ സംവിധാനിച്ചിരിക്കുന്നു. ഇനിയും എന്തേ അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് കൂട്ടരെ നിങ്ങൾ തള്ളിപ്പറയുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. അതുകൊണ്ട് ആർക്കും മടുപ്പുളവാകുന്നില്ല.
സഹോദരങ്ങളെ, സൂറത്തുൽ വാഖിഅ 56-ാം അധ്യായത്തിൽ 4 ചോദ്യങ്ങളുണ്ട്. ആ 4 ചോദ്യം ഭംഗിയായി ഇമാമ് പാരായണം ചെയ്യുമ്പോൾ പകുതി 50% നമ്മൾ ആസ്വദിക്കും. പക്ഷേ അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാകുമ്പോൾ 100% ആസ്വദിക്കാൻ കഴിയും. ഏതെന്നല്ലേ ആ വചനം? ഖുർആൻ ലേണിംഗ് പഠിതാക്കളായ നിങ്ങളിൽ പലർക്കും അത് പറഞ്ഞു തരേണ്ടതില്ല. എങ്കിലും ആ വചനങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വചനങ്ങൾ: അഫറഅയ്തും മാ തുംനൂൻ. പാരായണത്തിന്റെ ആസ്വാദനം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചത്.